സംഭവം ഞാൻ എന്താ എൻ്റെ കയ്യിൽ സ്കാർ വെച്ചിട്ട് സ്കാറിലാണ് എൻ്റെ ഞാൻ സ്കാറിലും M4 കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ അത് TDM എനിക്ക് ഞാൻ സ്കാറിൽ അടിച്ചിരിക്കുന്നത്. അങ്ങനെ തുടർന്ന് കുഴപ്പമില്ല, നമ്മൾ ഡ്യൂട്ടി വേണം. നമ്മൾ ആദ്യം അടിച്ച് കയറിയത് ഇപ്പോൾ നിലവിൽ 3-3 നിൽക്കുകയാണ്. ഇപ്പോൾ നോക്കി ഞാൻ ഇവിടെ പോട്ടെ ഇപ്പോൾ ഞാൻ നല്ല സന്തോഷം നിൽക്കുകയാണ്. നമ്മുടെ ടീം നല്ല 6-3 ഒരുത്തുണ്ട്. ഒരു P90 വെച്ച് ഞാൻ ബോംബ് ഇട്ടു. അപ്പോൾ ഞാൻ മാറി ഇതിൽ എനിക്ക് ഒരു P90 കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇവനാണ് ഇവൻ തന്നെ ഇവനാണ് എന്നെ എപ്പോഴും കൊള്ളുന്നത്. ടീഡിനെ ഇപ്പോൾ കളിച്ചാൽ ഞാൻ ബോംബ് ഇടുന്നത് സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. ഇങ്ങനെ ബോംബ് പട്ടേന്നിട്ട് ചാവ് നമ്മുടെ ടീമിനെ കുഴപ്പമില്ല, ചോറ് നമ്മൾ ചാവാറുണ്ടാകും. P90 കൊണ്ട് വരുന്ന അറിയാണെങ്കിൽ ഞാൻ അടിച്ച് തീർക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അവൻ അടിച്ച് കൊല്ലും. മിക്കപ്പോഴും അവൻ്റെ കയ്യിൽ ഞാൻ ചാവുന്നത്. എന്നാലും കുഴപ്പമില്ല, കൂടുതൽ ബോംബ് അടുത്ത ബോംബ്. പക്ഷേ ഈ ബോംബ് ഞാൻ ഇടും, ആരെങ്കിലും ചത്താലോ ചിലപ്പോൾ ചാവട്ടെ. വളരെ പേടൊക്കെ നമ്മുടെ ടീം ആണിപ്പോൾ 12-9 ദേ കിടക്കുന്നു. പെട്ട സൈഡിൽ കൂടി കൊടുക്കട്ട തുരു അടി. ഇപ്പോൾ ഞാൻ വീണ്ടും ടപ്പേ തീർന്നു കിടന്നു. അവർ നല്ലോണം കളിക്കുന്നുണ്ട്. നമ്മുടെ ടീമിനകത്ത് അത്യാവശ്യം നമ്മുടെ ടീം നല്ലോണം കളിക്കുന്ന ആരുടെ ഉണ്ട്. അതുകൊണ്ടാണ് പോയിന്റ് തന്നത്. ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇതേ വീഴുന്നു. TDM അങ്ങനെ പ്ലെയർ അല്ല. പക്ഷേ ഞാൻ ക്ലാസിക്കിൽ മറ്റേ എന്താ പറയുക റാങ്കിൽ ഞാൻ കളിക്കാം. അതെനിക്ക് ഇഷ്ടം. ഞാൻ കൂടുതൽ കളിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഗെയിം പ്ലേ ഒന്നിടണമെന്ന് ആഗ്രഹം കൊണ്ട് ഇട്ടാൻ വേണ്ടി TDM കുറച്ച് സമയമേ ഉള്ളൂ. ഒന്നും ചെയ്യാമെന്ന് വെച്ചോ. ഞാൻ പീക്ക് കളിക്കാൻ പോകും. അടിക്കാം വേറെ ഭയങ്കര വലിയ പ്ലെയൊന്നുമില്ല. പക്ഷേ രസം പീക്ക് കളിക്കും. അടിച്ച് അവനടിച്ച് അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ നോക്കാം എന്താ വരാൻ നോക്കാം. 17-18 ഗൈസ് നിലവിൽ. ഞാൻ എന്തായാലും പേടിക്കൂടാതെ അടിപ്പത്രാതെ ചത്തു വീണ് ഗൈസ്. പേടിക്കൂടാതെ അടിപ്പത്രാതെ അങ്ങോട്ട് അടിച്ച് അണ്ണാക്കി കയറ്റാൻ പോകാം. 18 നമുക്ക് ഇതുണ്ട് പ്രശ്നമുണ്ട്. 18 ഇതും കളിക്കാൻ പോകും. കട്ടക്കിടക്കാം ഇപ്പോൾ തുള്ളി കളിക്കാം. കളിക്കാം ഞാൻ അവിടെ നിൽക്കുക പീക്കിൽ. ഇപ്പോൾ സൈഡ് എടുത്തിട്ടും അടിക്കാൻ പറയാൻ പോകും. അവിടെ നിന്നാൽ മതിയാകും. പക്ഷേ ഈ ബോംബിൽ ഒരു തമ്മിലും അതെനിക്കിഷ്ടമായി. കിടച്ച് 26 ഞാൻ അടിക്കുന്ന അടിയും അവന്മാരും അടിക്കുന്നുള്ളൂ. 26-25 കളിപ്പണിക്കാണ്. ഇപ്പോൾ P90 അറിയുന്നു. ആ പോയിന്റ് അവിടെ കയറിയത് എന്നെ അടിച്ചിട്ടാണ്. ഞാൻ കാരണം കളി നോക്കുന്നത്. ഇവന്മാർ കൂടുതൽ അടിക്കുന്നത് എന്നെയാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ടീമിൽ. പക്ഷേ കളി ഞാനൊന്നും വേണ്ട, കാറിൽ കളിക്കാം. 29-30 ഇവിടുന്ന് കളി മാറുന്നത്. 30 അവന്മാരെ കൊണ്ട് പിടിച്ച് പിന്നെ അവന്മാരങ്ങ് കയറുക. 31 ബോംബിട്ടു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കടയ്ക്ക് തോക്കെടുക്കാൻ ചില കയ്യിൽ എടുക്കാൻ പറ്റിയില്ല. റെയിലോട് പോലെ ഞാൻ ചെയ്താൽ ഞാൻ പേടിച്ചിരിക്കുക. പണ്ടാരം റെയിലോട് പോലും ചെയ്യാൻ അടിക്കാൻ കിട്ടും കളി. 34-33 കട്ടയ്ക്ക് നമ്മുടെ ടീമിന് വിഷയം. നമ്മുടെ ടീമും കട്ടയ്ക്കാനാണ്. അവന്മാർ ആദ്യം ഒന്ന് അടി പതറി, പിന്നെ അവന്മാർ പിടിച്ച് കയറി. എന്നാൽ നമ്മളും വിട്ടു കൊടുത്തില്ല. നമ്മുടെ ടീം പൊളിയാണ്. നമ്മളൊരെണ്ണം വീഴുമ്പോൾ അവന്മാരൊരെണ്ണം കൊടുക്കുന്നുണ്ട് എന്തായാലും. അതുകൊണ്ട് രക്ഷയുണ്ട്. 36 ഒരു തേക്ക് വരുന്നു. ഓ എൻ്റെ റീലോഡായി ടിക്കടാ. പിന്നെ അറിയാം 39 ഗൈസ്. നമുക്ക് 3 പോയിന്റ് വേണം ഗൈസ്. അവർക്ക് ഒറ്റ പോയിന്റ് നമുക്ക് 3 പോയിന്റ് ഗൈസ്. ഇനി ഒറ്റ പോയിന്റ് ഗൈസ്. അത് ഞാനാണ് വീണത്, എന്നെ തന്നെ അടിച്ച് ഞങ്ങൾ വീണത്. ഗൈസ്.